ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. പരിശുദ്ധ മറിയം പ്രത്യാശയുടെ തീർത്ഥാടകയായിരുന്നുവെന്ന് മാർപ്പാപ്പ. രോഗാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ബുധനാഴ്ചത്തെ പൊതുസദസ്സിനായി തയ്യാറാക്കിയ സന്ദേശത്തിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ബാല്യകാലം പരാമർശിക്കുന്ന വചനഭാഗം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ ഔസേപിതാവിന്റെയും മാതൃക പിന്തുടരാനും പ്രത്യാശയുടെ അടയാളമായ ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ പിന്തുടരാനും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. മറിയത്തിന്റെ ഗർഭധാരണം മുതൽ എലിസബത്തിനെ കണ്ടുമുട്ടുന്ന വേളയിലും ബെത്ലഹേമിലേക്കുള്ള യാത്രയിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും തന്റെ മകനെയും ശിഷ്യന്മാരെയും അവൾ പിന്തുടർന്നു. ഈ യാത്രയിലുടനീളം പരിശുദ്ധ കന്യകാമറിയം പ്രത്യാശയുടെ തീർത്ഥാടകയാണെന്നും മാർപ്പാപ്പ പങ്കുവച്ചു. ദൈവവചനത്തിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നതിനാൽ അവൾക്ക് മനുഷ്യാവതാര വചനത്തിന്റെ മാതാവാകാൻ കഴിയുന്നുവെന്നും ദേവസ് കാരിത്താസ് എസ്റ്റ് എന്ന ബെനഡിക്ട് 16 പാപ്പയുടെ ചാക്രിക ലേഖനത്തെ ഉദ്ധരിച്ച് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ബാല്യകാലം പരാമർശിക്കുന്ന വചനഭാഗം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെയും വിശുദ്ധ യവസേപിതാവിന്റെയും മാതൃക പിന്തുടരാനും പ്രത്യാശയുടെ അടയാളമായ ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ പിന്തുടരാനും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. വത്തിക്കാനിലെ നോമ്പുകാല ധ്യാനം 9 മുതൽ. മാർച്ച് 14 വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ആത്മീയ ധ്യാനം പേപ്പൽ ഭവനത്തിന്റെ പ്രസംഗകനായ ഫാദർ റോബർട്ടോ പസോളിന് നേതൃത്വം നൽകും. റോമൻ കൂരിയയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള ധ്യാനം പോൾ ആറാമൻ ഹാളിലാണ് നടക്കുക. ധ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക വത്തിക്കാൻ ഓഫീസുകളും കുറഞ്ഞ സമയക്രമത്തിലാണ് പ്രവർത്തിക്കുകയെന്നും വത്തിക്കാൻ അറിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം വത്തിക്കാനിൽ തന്നെ റോമൻ കൂരിയായിക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ധ്യാനമായിരിക്കും ഇത്. ഏതാനും വർഷങ്ങളായി പാപ്പയും റോമൻ കൂരിയായിലെ ഉന്നത ഉദ്യോഗസ്ഥരും റോമിന് പുറത്താണ് നോമ്പുകാല ധ്യാനം നടത്തിയിരുന്നത്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ പതിവ് ദിനചര്യകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ അവസരം നൽകിക്കൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. അതിനിടെ ആധുനിക ലോകാത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ബ്രസീലിലെ ക്രൈസ്റ്റ് ദി റിഡീമർ രൂപത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം പ്രാർത്ഥന അർപ്പിച്ചാണ് രൂപത്തിൽ പാപ്പയുടെ ചിത്രം പ്രൊജക്ട് ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നമ്മുടെ രാജ്യത്തിന്റെയും ആരോഗ്യത്തിനായി ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെയും മാധ്യസ്ഥത്തിന്റെയും അടയാളമാണിതെന്ന് ബ്രസീലിലെ റിയോ ഡി ജനീറോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഒറാനി ടെമ്പസ്റ്റ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ബ്രസീലിലെ സഭ മുഴുവനും പ്രാർത്ഥിക്കുകയാണെന്നും ദുഷ്കരമായ ഈ സമയത്ത് നാം വളരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാപ്പയുടെ ചിത്രത്തോടൊപ്പം സ്റ്റേ സ്ട്രോങ് എന്ന വാക്യങ്ങളും രൂപത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇത് വിവിധ ഭാഷകളിൽ മിന്നിമറഞ്ഞു. 38 മീറ്റർ ഉയരമുള്ള റിയോ ഡി ജനീറോയിലെ കോർക്കവാഡോ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് ദി റിഡീമർ രൂപം 7 നവലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് രൂപം സന്ദർശിക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വത്തിക്കാന്റെ പ്രോലൈഫ് അവാർഡ് യുക്രൈൻ സന്യാസിനിക്ക്. ഗാർഡിയൻ ഓഫ് ലൈഫ് അവാർഡിന് സിസ്റ്റർ ഗ്യൂസ്റ്റീന ഓൾഹ ഹോൾബെറ്റ്സിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ ആയുസിനെ പരിമിതപ്പെടുത്തുന്നതോ ജീവന് ഭീഷണിയുള്ളതായ അവസ്ഥയുണ്ടെന്ന് രോഗനിർണയം നടത്തുന്ന മാതാപിതാക്കളെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പരിചരണ പരിപാടിയായ പെരിനാറ്റൽ ഹോസ്പിസിൽ സിസ്റ്റർ നടത്തിയ അതുല്യ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. Per noi è un'opportunità di annunciare il valore e l'importanza di una vita breve. Questo è il giorno dei nostri angeli.
questo è il giorno per festeggiare la maternità e paternità. In tutto il mondo, la sera del 15 ottobre, si accendono le candele in memoria delle vite piccoline e in questo modo si crea in tutto il mondo un'onda di luce del ricordo e della speranza, dell'amore per i nostri figli. Immergere le persone con la vita è il nostro compito. Nelle situazioni in cui non c'è niente che si possa fare, si può sempre fare qualcosa. Amare fino alla fine. Grazie. വത്തിക്കാനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് വിൻസെൻസോ പഗ്ലിയ സിസ്റ്റർ ഗ്യൂറ്റിന ഓൾഹ ഹോളുബെറ്റ്സിന് അവാർഡ് സമ്മാനിച്ചു. സിസ്റ്റർ സർവൻസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സമൂഹ അംഗമായ സിസ്റ്റർ ഗ്യൂസ്റ്റിന ബയോ എത്തിസ്റ്റ്, ബയോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, യുക്രൈനിലെ പെരിനാറ്റൽ ഹോസ്പിസ്, ഇംപ്രിന്റ് ഓഫ് ലൈഫിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിൽ ശ്രദ്ധയാകർഷിച്ച വ്യക്തി കൂടിയാണ്. കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി അവാർഡ് ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് സിസ്റ്റർ ഹോളുബെറ്റ്സ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കുഞ്ഞ് ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഗുരുതരമായ രോഗനിർണയങ്ങൾ നേരിടുന്ന മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനും അവരെ പിന്തുണയ്ക്കുന്നതിനുമായി 2017 യുക്രൈനിലെ ലിവിലിൽ പെരിനാറ്റൽ ഹോസ്പിസ് ഇംപ്രിന്റ് ഓഫ് ലൈഫ് സ്ഥാപിതമായത്. പ്രസവത്തിന് മുൻപ് രോഗനിർണയം നടത്തുമ്പോൾ അവ പലരെയും ഗർഭഛിദ്രത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നും മനഃശാസ്ത്രജ്ഞ കൂടിയായ സിസ്റ്റർ പറയുന്നു. മനുഷ്യജീവന്റെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും പിന്തുണ നൽകുന്ന സ്വകാര്യ പ്രൊഫഷണൽ ജീവിതത്തിൽ വ്യത്യസ്തരായ ആളുകൾക്ക് പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫ് നൽകുന്ന പുരസ്കാരമാണ് ഗാർഡിയൻ ഓഫ് ലൈഫ് അവാർഡ്. പാപ്പയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഗാസ ഇടവക വികാരി. ഗാസ മുൻപിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഫോൺ കോളിന് ശേഷം ഇടവക സമൂഹം മുഴുവനും പാപ്പയുടെ ശബ്ദം കേട്ടതിൽ സന്തോഷം പ്രകടിപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. That blessed call, as he did every day from the beginning of this terrible war, Pope Francis has called us once again to show his closeness, to pray for us and to give us his blessing. As the parish of the Holy Family of Gaza, which belongs to the Latin Patriarchate of Jerusalem, we rejoice to hear his voice. This is always comforting, knowing that despite his delicate state of health, he continues to think and pray for everyone, for peace in Gaza, and thanking us at the same time for our constant prayers give us great joy even in the midst of so many trials. We follow all the information about the Pope's health, like all of you, from the official channels of the Holy See. Let us pray for the end of this war and peace for the entire Holy Land and the entire Middle East. God bless you. ഭയാനകമായ യുദ്ധത്തിന്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും ചെയ്തതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സാമീപ്യം കാണിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനുഗ്രഹം നൽകാനും വിളിക്കാറുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. ആശുപത്രിയിലായിരിക്കുമ്പോഴും ഞങ്ങളെ ഒരിക്കൽ കൂടി വിളിച്ചിട്ടുണ്ടെന്നും ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കേറ്റിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റിന്റെ ഭാഗമായ ഗാസയിലെ ഹോളി ഫാമിലിയുടെ ഇടവക എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ സന്തോഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാപ്പയുടെ കോളുകൾ എപ്പോഴും ആശ്വാസകരമാണെന്നും പ്രത്യേകിച്ച് തന്റെ ആരോഗ്യനില വകവെക്കാതെ ഗാസയിൽ സമാധാനത്തിനായി എല്ലാവർക്കുമായി പാപ്പ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ അനുസ്മരിച്ചു. മാർപ്പാപ്പയുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇടവക സമുച്ചയം 500ഓളം ആളുകൾക്ക് അഭയകേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. കുടുംബത്തോടൊപ്പം വൈകല്യമുള്ള 50ലധികം മുസ്ലിം കുട്ടികളെയും
ഇടവക നേതൃത്വം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. Bye bye. Bye bye. Ok, muchas gracias Santo Padre. Muchas gracias Santo Padre. Grazie tante. Può ringraziare, pregare per lei, chiedere sempre prega per loro. E prega a favore, non contro. Sì, grazie Santo Padre. A domani. Grazie. A domani Santo Padre. A domani. Ciao, Shukran. Shukran. മാർച്ച് മാസത്തെ ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് മാർച്ച് മാസത്തെ പാപ്പയുടെ നിയോഗം. മുറിവേറ്റ കുടുംബത്തിന്റെ വേദന സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് ക്ഷമയാണ്. ക്ഷമയെന്നാൽ മറ്റൊരു അവസരം നൽകുക എന്നതാണ്. ദൈവം എല്ലായ്പ്പോഴും നമ്മോട് ക്ഷമിക്കുന്നു. ദൈവത്തിന്റെ ക്ഷമ അനന്തമാണെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തിന്റെ കൃപ നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി നൽകുന്നു, സമാധാനം നൽകുന്നു. കാരണം അത് നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓരോ അംഗവും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ കുടുംബത്തിലെ ഓരോ അംഗവും പ്രധാനപ്പെട്ടതാണ്. ഓരോ വ്യക്തിയും അതുല്യനാണ്. എന്നാൽ ഈ വ്യത്യാസങ്ങൾ സംഘർഷത്തിനും വേദനാജനകമായ മുറിവുകൾക്കും കാരണമാകും. മുറിവേറ്റ കുടുംബത്തിന്റെ വേദന സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് ക്ഷമയാണ്. ക്ഷമയെന്നാൽ മറ്റൊരു അവസരം നൽകുക എന്നാണ്. ദൈവം എല്ലായ്പ്പോഴും ഇത് നമ്മോട് ചെയ്യുന്നു. ദൈവത്തിന്റെ ക്ഷമ അനന്തമാണ്. അവൻ നമ്മോട് ക്ഷമിക്കുന്നു, നമ്മെ ഉയർത്തുന്നു, നമുക്കൊരു പുതിയ തുടക്കം നൽകുന്നുവെന്നും പാപ്പ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ക്ഷമ എപ്പോഴും കുടുംബത്തെ പുതിയതാക്കുന്നു. അത് പ്രത്യാശയുടെ മുന്നോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമുക്ക് ക്ഷമിക്കാനുള്ള ശക്തി നൽകുന്നു, സമാധാനം നൽകുന്നു. കാരണം അത് നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. Todos soñamos con una familia linda, perfecta, pero no existen las familias perfectas. Cada familia tiene sus problemas, también sus grandes alegrías. En la familia cada persona es valiosa porque es distinta a las demás. Cada persona es única, pero las diferencias también pueden provocar conflictos, heridas dolorosas. Y la mejor medicina para curar el dolor de una familia herida es el perdón. Perdonar significa dar otra posibilidad. Dios hace eso con nosotros todo el tiempo. La paciencia de Dios es infinita. Él nos perdona, nos levanta, nos hace empezar de nuevo. El perdón renueva siempre la familia, hace mirar adelante con esperanza. Incluso cuando no es posible el final feliz que nosotros quisiéramos, la gracia de Dios nos da fuerza para perdonar y trae paz, porque libera de la tristeza y sobre todo del rencor. Oremos para que las familias divididas encuentren en el perdón la curación de sus heridas, redescubriendo, incluso en sus diferencias, las riquezas de cada uno. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പ. എക്സിലൂടെയാണ് മാർപ്പാപ്പ സന്ദേശം പങ്കുവച്ചത്. ക്ലേശങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന നിരവധി രോഗികളുടെ ശാരീരിക മാനസിക അവസ്ഥകളിൽ പങ്കുചേരാൻ ദൈവം തനിക്ക് അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നതായും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു. ഒപ്പം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗോള സമൂഹത്തിന് ഫ്രാൻസിസ് പാപ്പ നന്ദി അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് കർത്താവിലേക്ക് വരുന്ന പ്രാർത്ഥനകൾക്ക് നന്ദി പറയാൻ
താൻ ആഗ്രഹിക്കുകയാണെന്നായിരുന്നു പാപ്പ പറഞ്ഞത്. ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള നന്ദിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടുമുള്ള കൃതജ്ഞതയും സന്ദേശത്തിൽ മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള നിരവധി വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് എനിക്ക് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാത്സല്യവും അടുപ്പവും താൻ അനുഭവിക്കുന്നു. ഈ പ്രത്യേക നിമിഷത്തിൽ ദൈവജനം മുഴുവനും എന്നെ പിന്തുണയ്ക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, മാർപ്പാപ്പ സന്ദേശത്തിൽ പങ്കുവച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.